മർഹൂം ആലിക്കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു. അള്ളാഹു മഹാനവർകളുടെ ബർസഖിയായ ലോകം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കട്ടെ. മഹാനവർകളുടെ ഖബറിടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. ഉഖ്റവിയായ ആലിം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു വേഷം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കോ അതല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും വിശേഷണങ്ങളോ വെച്ചുകൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. മറിച്ച് ഉഖ്റവിയായ ആലിമീങ്ങൾക്ക് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച ഒരുപാട് അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ ഒത്തിണങ്ങിയ പണ്ഡിതന്മാർ നാട് നീങ്ങുമ്പോൾ ഏറെ സങ്കടത്തോടുകൂടെ നമ്മളത് നോക്കിക്കാണുകയാണ്. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഉസ്താദുമായി പരിചയപ്പെട്ട ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന മഹാനവർകളുടെ ലളിത സുന്ദരമായ സ്വഭാവം ഒരുപക്ഷെ ഈ കാലത്ത് അന്യമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആലിമിന്റെ അടയാളം പറയുന്നിടത്ത്, ഇൽമന്വേഷിച്ചു കൊണ്ട് പോകുന്ന ആളുകളുടെ അടയാളം പറയുന്നിടത്ത്, റസാനത്ത് എന്ന് പറയുന്ന കിതാബിന്റെ തുടക്കത്തിൽ അവരുടെ ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു യംശി ബിഹാ ഖാദിഅൻ മിഖ്ദാറ അസ്ഖാലി. ഇൽം എന്ന് പറയുന്ന കനം, ഇൽം എന്ന് പറയുന്നത് ചെറുതല്ല. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാവരും ഒരുപോലെയാണ്. അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയെക്കാളോ യാതൊരു പവിത്രതയുമില്ലെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. നിശ്ചയം നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവും നിങ്ങളുടെ മാതാവും ഒരേ ഒന്നിലേക്ക് ചെന്നു ചേരുന്നവരാണ്. നിങ്ങളെ വിവിധ ഗോത്രങ്ങളും കബീലകളും കുടുംബങ്ങളുമാക്കിയത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇന്ന കുടുംബക്കാരന് പോരിശ കൂടുതൽ, ഇന്നയാൾക്ക് പോരിശ കുറവ് എന്ന അർത്ഥത്തിലല്ല എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുൽ, നബിയെ തങ്ങൾ ചോദിക്കണം, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമന്മാരാണോ എന്ന് ചോദിക്കണം നബിയെ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരുപോലെയല്ല. വിവരമുള്ളവർ ആലിമീങ്ങൾ, അവർക്ക് വലിയ പവിത്രത അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ തൗഹീദ് ലോകത്തെ സ്ഥിരപ്പെടുത്താൻ അള്ളാഹു തആല ചില സാക്ഷികളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഷഹിദല്ലാഹ്, അള്ളാഹു സാക്ഷിയാണ്, അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന പരമമായ സത്യത്തിന്റെ ഒന്നാമത്തെ സാക്ഷി അല്ലാഹുവാണ്. രണ്ടാമത് ആരാണ് തൗഹീദിന്റെ സാക്ഷികൾ? വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉലുൽ ഇൽം, വിവരമുള്ള പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, അവർ ഈ ലോകത്ത് തൗഹീദിന്റെ സാക്ഷികളാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിന് അള്ളാഹു സാക്ഷികളായി വെച്ചവരാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ. നമ്മൾ പണ്ഡിതന്മാരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ ചെറിയ അറിവ് വെച്ചുകൊണ്ട് പീഡികത്തിണ്ണയിലോ അതല്ലെങ്കിൽ വീട്ടുവരാന്തയിലോ ഇരുന്ന് പരസ്പരം ആലിമീങ്ങളെ ചീത്ത പറയുമ്പോഴൊക്കെ ആരാണ് ആലിം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ദൗത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ നമ്മളുടെ ഇഷ്ടത്തിന് സംസാരിക്കേണ്ടവരല്ല. നമ്മളുടെ ഇംഗിതത്തിന്, നമ്മുടെ താളത്തിനനുസരിച്ച് തുള്ളുന്നവരായിക്കൊള്ളണമെന്നില്ല ആലിമീങ്ങൾ. അവർ അല്ലാഹുവിന്റെ ദീന് പറയേണ്ടവരാണ്. ആ ഇൽമ് ഒരു മനുഷ്യനിൽ കനമുള്ളതായി മാറിയാൽ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അറിവ് കയറിക്കൂടിയാൽ, യംശി ബിഹാ ഖാദിഅൻ മിഖ്ദാറ അസ്ഖാലി, ആ കനം എത്രയാണോ അയാളുടെ ഉള്ളിലുള്ളത് അതിനനുസരിച്ചുകൊണ്ട് അയാൾ വിനയാന്വിതനായി നടക്കണം. അതാണ് ഒരു ഉഖ്റവിയായ ആലിമിന്റെ അടയാളം. മഹാനായ ആലിക്കുട്ടി ഉസ്താദിന്റെ ജീവിത ശൈലി പഠിച്ചു നോക്കുമ്പോൾ ആ എളിമയും ആ ലാളിത്യവും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വലിയ വിശദീകരണം ഉസ്താദിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമ്മൾക്ക് പറയാം.
മഹാന്മാര് പറയുന്നു വമല്ലഹു റിഫഅത്തുൻ ബിൽ ഇൽമി വൻ നസബി ലഹു തവാദുഉ മിൻഹാ അഹ്സനു സിഫതി വയസ്ജുദുൽ ഹുസ്നു ബിൽ അസ്മാരി ഇദ് ഹമലത് അസ്ജാറുഹാ ദാലിയം മിൻ ബഅദി ഇദ്ലാലി. നല്ല ഫലം കായ്ക്കുന്ന ഒരു മരം, നല്ല ഒരു മാവ്, ഫലം തരുന്ന ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൽ ഫലങ്ങൾ വർദ്ധിക്കുന്തോറും അതിൻ്റെ ചില്ലകൾ താഴ്ന്നുകൊണ്ടേയിരിക്കും. ഫലം പാകമാകുമ്പോഴേക്ക് അതിൻ്റെ ചില്ലകൾ താഴും. കുട്ടികൾ ചിലപ്പോൾ കല്ലെടുത്തെറിയും, മാവിന് പരിഭവമില്ല. മാവ് വീണ്ടും താഴ്ന്നു കൊടുക്കുന്നത് പോലെ ആരാക്ഷേപിച്ചാലും ആര് പരിഹസിച്ചാലും ഉഖ്റവിയായ ആലിമീങ്ങൾ അവർ വിനയാന്വിതരായി നടന്നു പോകും. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, അവൻ്റെ ഇഷ്ടദാസന്മാരുടെ പ്രഥമാടയാളം വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിലൂടെ ലാളിത്യത്തോടെ നടന്നുപോയവരാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൽ നമ്മളത് കണ്ടു. വമൻ ലഹു റിഫഅത്തുൻ ബിൽ ഇൽമി വൻ നസബി, തറവാട് കൊണ്ടോ ഇൽമു കൊണ്ടോ ഒരു മനുഷ്യന് വല്ല ഉയർച്ചയും ലഭിച്ചുവെങ്കിൽ അവന്റെ കുലമഹിമ കാണിക്കേണ്ടത് അഹങ്കാരത്തിലല്ല, അവന്റെ തറവാടിന്റെ നന്മ കാണിക്കേണ്ടത് ജാട കാണിച്ചിട്ടല്ല, അറിവിന്റെ പെരുമ കാണിക്കേണ്ടത് അഹന്ത കൊണ്ടോ പൊങ്ങച്ചം കൊണ്ടോ അല്ല, മറിച്ച് ലഹു തവാദുഉ മിൻഹാ അഹ്സനു സിഫതി. അങ്ങനെ ഇൽമുള്ളവർക്ക് നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവണം. ആ നല്ല സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവം അത്തവാദുഉ, വിനയമാണ്, വിട്ടുവീഴ്ചയാണ്, താഴ്മയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൽ നമ്മൾ ഏറ്റവും അധികം കണ്ടതാണ്. എനിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദുമായിട്ട് ഏറെ പരിചയമുണ്ട്. ബഹുമാനപ്പെട്ടവർ കാസർഗോഡ് സംയുക്ത ജമാഅത്തിന്റെ ഖാളിയായിരിക്കുമ്പോൾ തളങ്കരയിൽ ഖതീബായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 4-5 വർഷം തളങ്കര കണ്ടത്തിൽ ജുമാ മസ്ജിദിൽ ഖതീബായി ജോലി ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുമായി നിരന്തരം സമ്പർക്കമുണ്ടാവാറുണ്ട്. ഓരോ തവണ കാണുമ്പോഴും തന്നേക്കാൾ പ്രായത്തിൽ കുറഞ്ഞവരെ നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ മോനെ, കുട്ടിയെ എന്ന് നീട്ടി വിളിക്കുന്ന ആ മനോഹരമായ വിളിയിൽ ഏതൊരു മനുഷ്യന്റെ മനസ്സും അലിഞ്ഞ് ഉസ്താദിനോട് ചേർന്നു പോകുന്നത് വല്ലാത്ത ഒരു സന്തോഷമാണ്. ഒരു വേള ഞാൻ ഇന്നലെ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ച് പാതി വഴിയിൽ വെച്ചുകൊണ്ട് മഹാനായ ഉസ്താദ് അവർകളുടെ വിയോഗം അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, എത്ര ബുദ്ധിമുട്ടിയാലും ഉസ്താദിന്റെ ജനാസ ഒന്ന് പോയി കാണണം, ഉസ്താദിന്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കണം. ആ മനസ്സെന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ തിരിച്ചെത്തുന്നത് 12:15-നാണ്. പക്ഷേ എൻ്റെ മനസ്സ് സംതൃപ്തമാണ്. ഉസ്താദിന്റെ ആ മനോഹരമായ മുഖം ഒരു വേള കാണാൻ സാധിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഉസ്താദിൽ നമ്മൾ കണ്ടത് മനോഹരമായ വിനയമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ തൻ്റെ രോഗസമയത്തിനിടയിൽ ഒരിക്കൽ വന്നു. അന്ന് വന്നപ്പോൾ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, അങ്ങ് ഖുതുബ ഓതണമെന്ന് പറഞ്ഞു. മഹാനവർകൾ വളരെ സ്നേഹത്തോടെ അത് നിരസിച്ചു. ഞാൻ ഖുതുബ ഓതുന്നില്ല, മോനോദിക്കോ എന്ന് നിഷ്കളങ്കമായി ഉസ്താദ് പറഞ്ഞു. ഇവിടെ മഹാനവർകൾ ഇരുന്നു. ഞാൻ ഉസ്താദിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുതുബ നിർവഹിച്ചു. ഒരു ബാപ്പ ഇരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ താൻ പറയുന്നത് കേൾക്കുമ്പോഴുണ്ടാവുന്ന ഒരു ചാരിതാർത്ഥ്യത്തോടെ അന്ന് ഖുതുബ നിർവഹിച്ചു. ഖുതുബ നിർവഹിച്ച് താഴെ ഇറങ്ങിയപ്പോൾ ഞാൻ വളരെ ആദരവോടുകൂടെ ഉസ്താദിനോട് പറഞ്ഞു, അങ്ങ് നിസ്കരിക്കുന്നതായിരിക്കും ഈ കണ്ട ജനങ്ങൾക്കൊക്കെ ഞാൻ ഇമാമ് നിൽക്കുന്നതിനേക്കാൾ ഇഷ്ടം, അതുകൊണ്ട് ഉസ്താദ് തടസ്സം പറയരുത് എന്ന് പറഞ്ഞപ്പോൾ മഹാനവർകൾ ഈ മിഹ്റാബിൽ കയറി നിന്നു. അതിനുശേഷം ഉസ്താദ് കൈകെട്ടാൻ ഒരൽപ്പം വൈകി, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ ഒരൽപ്പം വൈകി. നമ്മളൊക്കെ ആമാന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും നിസ്കാരം തുടങ്ങാത്തത്? ഉസ്താദ് വീണ്ടും പിറകിലേക്ക് നോക്കി എന്നെ വിളിച്ചിട്ട് മൈക്കൂരി തൻ്റെ കയ്യിൽ പിടിച്ച് ചെവിയിൽ ചോദിച്ചു, മോൻ സാധാരണ വെള്ളിയാഴ്ച ഏത് സൂറത്തുകളാണ് ഓതാറുള്ളത്? ഒരു ഉസ്താദിന്റെ, ഒരു ഉഖ്റവിയായ ആലിമിന്റെ എത്ര വലിയ ലാളിത്യമാണ് നമ്മളവിടെ കാണുന്നത്. ഇത് ഞാനാണ്, സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഞാനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് 4 ആൾക്കറിയണം. അതിന് വേണ്ട പെർഫോമൻസ് ആണ് ഞാൻ നടത്തേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഉസ്താദ് ചോദിച്ചു, മോൻ ഇവിടെ ഏത് സൂറത്തുകളാണ് ഓതാറുള്ളത്? ഞാൻ പറഞ്ഞു, സബ്ബിഹിസ്മയും ഹല്ലത്താക്കയുമാണ് ഓതാറുള്ളത്.
ഉസ്താദ് പറഞ്ഞു, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ സൂറത്തുൽ ജുമുഅയും മുനാഫിഖൂനയുമാണ് ജുമുഅക്ക് ഓതാറുള്ളത്. ഞാൻ അതോതിയാൽ മോന് വിഷമമാകുമോ എന്ന് ചോദിച്ചു. ഈ മിഹ്റാബ് അതിന് സാക്ഷിയാണ്. ഞാൻ പറഞ്ഞു, ഉസ്താദ് എന്തോതിയാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇവിടെ ഒരു ഇമാം എന്ന നിലയിൽ എൻ്റെ സമ്മതം വാങ്ങി ഏത് സൂറത്താണ് ജുമുഅയിൽ ഓതേണ്ടത് അതാണ് ഒരു ആലിമിൻ്റെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്ന ഭാവത്തിനപ്പുറം ഞാൻ എന്നതിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു ദുർബലൻ എന്ന ഒരു ചിന്തയിലേക്ക് ഒരു മനുഷ്യൻ മാറുമ്പോൾ ലോകം ആ മനുഷ്യനെ സ്നേഹിക്കും. ആ സ്നേഹമാണ് ഇന്നലെ കിലോമീറ്ററുകളോളം നീണ്ട വരിയിൽ നമ്മൾ കണ്ടത്. മഹാനുഭാവന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ, ആ ജനാസ നമസ്കാരത്തിൽ ഒന്ന് പങ്കെടുക്കാൻ, ആ ശരീരത്തിലേക്ക് ഒരു നോക്കൊന്ന് കണ്ണോടിക്കാൻ ജനസാഗരം ആർത്തിരമ്പി തിരൂർക്കാട് പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ കണ്ട ജനബാഹുല്യം ഉസ്താദിന് ജനഹൃദയങ്ങളിലുള്ള സ്വീകാര്യതയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള ആലിമീങ്ങൾ ഓരോരുത്തരായി ഇവിടെ പറയുമ്പോൾ നമ്മൾ വലിയ ദുഃഖത്തിലാണ്. ഇന്നത്തെ ഖുതുബയിലെ പരാമർശവും അതുതന്നെയാണ്. അല്ലാഹു തആല മഹാനായ ഉസ്താദ് അവർകളുടെ ഉഖ്റവിയായ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവിടുന്ന് 17ാമത്തെ വയസ്സിൽ ആ തൻ്റെ പ്രിയപ്പെട്ട മഹല്ലിൽ തിരൂർക്കാട് ജുമുഅത്ത് പള്ളിയിലെ മുദരിസും ഖതീബുമാണ് ഉസ്താദ് അവർകൾ. നമ്മൾ ആലോചിച്ച് നോക്കൂ, 17ാമത്തെ വയസ്സിൽ തൻ്റെ വാപ്പയാണ് ബാങ്ക് വിളിക്കുന്നത്. ബാപ്പയുടെ കയ്യിൽ നിന്ന് വാള് വാങ്ങി തിരൂർക്കാട് ജുമുഅത്ത് പള്ളിയുടെ മിമ്പറിലേക്ക് 17 വയസ്സുള്ള ഒരു കൗമാരക്കാരൻ കയറിപ്പോകുമ്പോൾ മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്തോറുമൊക്കെ കാലത്തിന് കാത്തുവെച്ച നിധിയായി മഹാനവർകൾ മാറുമെന്ന് അന്നൊരു പക്ഷേ തിരൂർക്കാടുകാർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പിൽക്കാലത്ത് തൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം കേവലം 5ാം ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഉസ്താദ് നിർത്തി. സ്കൂൾ പഠനം 5ാം ക്ലാസ്സിൽ ഉസ്താദ് നിർത്തി. പക്ഷേ ഇംഗ്ലീഷിലും ഉറുദുവിലും ഹിന്ദിയിലും എന്ന് വേണ്ട മോഡേൺ അറബിയിലും വലിയ അവഗാഹമുള്ള പണ്ഡിതനായി. വേൾഡ് ഇസ്ലാമിക് ലീഗിലടക്കം മഹാനവർകൾ സംസാരിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധം അവതരിപ്പിക്കുന്ന മഹാപണ്ഡിതനായി ഒരു 5ാം ക്ലാസ്സുകാരൻ മാറിയത് തൻ്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ്. എൻ്റെ വാക്കുകൾ എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ സമയം ഞാൻ അതിനുപയോഗപ്പെടുത്തുന്നില്ല. അല്ലാഹു തആല മഹാനവർകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുന്ന് പോയി കിടക്കുന്ന ഖബറിടം അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ എവിടെയോ വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയെങ്കിൽ ദയാലുവായ കരുണാവാരിധിയായ അല്ലാഹു മഹാനവർകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ജുമുഅ കഴിഞ്ഞ് ഉസ്താദ് അവർകളുടെ മേലുള്ള നിസ്കാരം നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾക്കൊരു ആലിമിൻ്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് അള്ളാഹുവിനോട് സാക്ഷി പറയാൻ പറ്റുന്ന ഒരു സദസ്സായിരിക്കും അത്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് കൂടെ സൂചിപ്പിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.